ഹായ് പാർട്ട്നേഴ്സ്, നമസ്കാരം. പേൾവെയർ ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റം അതിൻ്റെ 6 പ്രൊജക്റ്റുകളിൽ നമ്മളിപ്പോൾ സജീവമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ പ്രൊജക്റ്റായ PVC മെറ്റ മൾട്ടി പർപ്പസ് NFT ടോക്കൺ പ്രോഗ്രാമാണ്. ഇതൊരു ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റമാണ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പാർട്ട്നേഴ്സിനും അറിയാം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് റഫറൽ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു രീതിയാണ് റഫറൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാ വ്യാപാരങ്ങളും എല്ലാ പണമിടപാടുകളിലും വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ് ഇത് എന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇതൊരു ബാങ്കിങ് സിസ്റ്റമാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞു. ഇവിടെ 2 പ്രോസസ്സാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ട്രസ്റ്റ് വാലറ്റിലാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ നമ്മൾ പറയുന്ന 2 വാക്കുകളാണ് സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്നത്. സീഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള ബാങ്കിങ് മേഖലയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഷെയറുകൾ വാങ്ങിച്ചുകൊണ്ടാണ് ഒരു മെമ്പർഷിപ്പിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് PVC മെറ്റ പ്രോഗ്രാമിലേക്കും ഒരു വ്യക്തി കടന്നു വരുമ്പോൾ 1000 PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കൺ ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരു അക്കൗണ്ട് ആരംഭിക്കുന്നു. അതിനുശേഷം ആ ഒരു വ്യക്തിക്ക് ബിസിനസ്സിലേക്ക് കടന്നു വരാം. അതായത് ബാങ്കിങ് മേഖലയിൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ അവിടെ നടക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റാണ്, അറിയാമല്ലോ. രണ്ടാമത്തേത് റഫറൽ പ്രോഗ്രാമിങ്ങും അവിടെ നടക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ കടകളിലും വീടുകളിലും നേരിട്ടും അല്ലാതെയുമൊക്കെ പിഗ്മി എന്നുള്ള പേരിൽ അഥവാ ദിവസ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെറിയ പണം പിരിക്കാൻ വേണ്ടി ബാങ്ക് ചുമതലപ്പെടുത്തിയ ആളുകൾ നമ്മളെ തേടി വരാറുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു അക്കൗണ്ട് ഓപ്പണാക്കി ഡെയിലി കളക്ഷൻ അവർക്ക് നമ്മൾ നൽകാറുമുണ്ട്. അതിന് അവർക്ക് ലഭിക്കുന്നത് 100 രൂപക്ക് ഒരു ശരാശരി ഇത്ര ശതമാനം എന്നുള്ള രീതിയിൽ ഓരോ ബാങ്കും നൽകും. അതേപോലെ ഇവിടെ ഈ ഒരു ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്കും ഒരു റഫറൽ കമ്മീഷൻ ലഭിക്കുന്നു. ഇവിടെ എങ്ങനെയാണ് നമുക്കൊരു വ്യക്തിയെ നമ്മുടെ ഡയറക്റ്റ് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് ഒരു അക്കൗണ്ട് പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കമ്മീഷൻ എന്ന് ഒന്ന് പരിശോധിക്കാം. ഓക്കെ, ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് സാധാരണ ഒരു ബാങ്കിങ് മേഖലയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ശരാശരി 6 വർഷത്തിനും 7 വർഷത്തിനും ഇടയിലാണ് എന്ന് നമുക്കറിയാം. ഇവിടെ 0.20 വെച്ച് ഒരു വ്യക്തിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാലാവധി എന്ന് പറയുന്നത് 33 മാസമാണ്, അതായത് 1000 ദിവസം. ഇവിടെ 13,000 രൂപ മുതൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. 50,000, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, 25 ലക്ഷം. ഇതാണ് ഈ ഒരു ചാർട്ടിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നൽകിയിരിക്കുന്നത്.
ഞാനിവിടെ ഈ ഒരു റഫറൽ കമ്മീഷനെ കുറിച്ച് വിശദീകരിക്കുന്നത് നമുക്ക് 1,00,000 രൂപയിൽ ഒന്ന് പറയാം. കാരണം അതായിരിക്കും ഒന്നുകൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പം എന്നുള്ളത് കൊണ്ടാണ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മറ്റ് രീതിയിലുള്ള ചാർട്ടുകൾ പരിശോധിച്ചാൽ മതി. ഓക്കെ. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് വെക്കുന്നത് 2020 മെട്രിക്സിലുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഒരു വ്യക്തിക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരിട്ട് 20 പേരെ വരെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ID ഉപയോഗിച്ചുകൊണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു അക്കൗണ്ട് പരിചയപ്പെടുത്താം 20 പേർക്ക്. ഇതിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും 20 പേരെയാണ് ഇതിലേക്ക് പരിചയപ്പെടുത്തേണ്ടത്. ഇത് നിർബന്ധമായ ഒരു കാര്യമല്ല. നമുക്ക് എത്ര പേരെ വേണമെങ്കിലും, 20 പേരിൽ 5 പേരെ, 10 പേരെ, 15 പേരെ, 2 പേരെ, അതൊക്കെ ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ്. ഓക്കെ. ഇവിടെ എങ്ങനെയാണ് നമ്മുടെ റഫറൽ കമ്മീഷൻ നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം. 2020 മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു വ്യക്തി നമ്മുടെ ആദ്യത്തെ ലെവലാണ്. ആ ഒരു ലെവലിൽ നടക്കുന്ന ബിസിനസ്സിൻ്റെ 20% റഫറൽ കമ്മീഷൻ ഒരു പാർട്ട്ണർക്ക് ലഭിക്കണമെങ്കിൽ അദ്ദേഹം ഒരു വ്യക്തിയെ ഡയറക്റ്റ് അക്കൗണ്ട് പരിചയപ്പെടുത്തണം. ഓക്കെ. ഈ ആദ്യത്തെ ലെവലുള്ള 20 പേരും 2020 മെട്രിക്സ് പ്രകാരം 20 പേരെ ഈ അക്കൗണ്ട് പരിചയപ്പെടുത്തുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അവർ രണ്ടാമത്തെ ലെവലിലാണ് വരുന്നത്. അതായത് 20 പേരും 20 പേരെ പരിചയപ്പെടുത്തിയാൽ 400 പേര് രണ്ടാമത്തെ ലെവലിൽ ഉണ്ടാകും. ഈ രണ്ടാമത്തെ ലെവലിൽ നിന്നും ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടത് 19% റഫറൽ കമ്മീഷനാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്യണം? ഒരു വ്യക്തിയെ കൂടി പരിചയപ്പെടുത്തണം. അതായത് 2 പേരെ ഒരു വ്യക്തി ഡയറക്റ്റ് പരിചയപ്പെടുത്തിയാൽ രണ്ടാമത്തെ ലെവലിൽ നടക്കുന്ന 400 പേരുടെ ബിസിനസ്സിൻ്റെ റഫറൽ കമ്മീഷൻ അദ്ദേഹത്തിന് ലഭിക്കും. ഓക്കെ. ഈ രണ്ടാമത്തെ വ്യക്തികളുടെ താഴെ മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത്, അവിടെയും നിങ്ങൾ ഓർമ്മിക്കുക, 400 × 20, അതായത് 8000 ആളുകൾ മൂന്നാമത്തെ ലെവലിൽ നമുക്കുണ്ടാകും. ആ മൂന്നാമത്തെ ലെവലിൽ നമുക്ക് ലഭിക്കേണ്ട റഫറൽ കമ്മീഷൻ എന്ന് പറയുന്നത് 18%. അത് ലഭിക്കണമെങ്കിൽ നമ്മൾ വീണ്ടും ഒരാളെ കൂടി ഈ ബാങ്കിങ്ങിൻ്റെ അക്കൗണ്ട് നൽകണം. അങ്ങനെ എത്ര ലെവലിൽ നടക്കുന്ന ബിസിനസ്സിൻ്റെ കമ്മീഷനാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഡയറക്റ്റ് ആളുകളെ പരിചയപ്പെടുത്തിയാൽ മതി. നാലാമത്തെ ലെവലിൽ 16,000 ആളുകളുണ്ടാവും. അങ്ങനെ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ടീമിനെയാണ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എങ്കിൽ രണ്ടാമത്തെ ലെവലിൽ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള വരുമാനം കണ്ടെത്താൻ വേണ്ടി നമ്മളെ ഈ ഒരു സിസ്റ്റം സഹായിക്കുന്നു. അതാണ് റഫറൽ പ്രോഗ്രാമിൻ്റെ പവർ എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ നമുക്കൊന്ന് പരിശോധിക്കാം. 1,00,000 രൂപയാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് 1000 ദിവസം കൊണ്ട് 0.20 എന്ന ലെവലിൽ എല്ലാ ദിവസവും അദ്ദേഹത്തിന് ലഭിക്കുന്നത് 200 രൂപയാണ്. 200 രൂപ × 30 ദിവസം, അതായത് ഒരു മാസം, അദ്ദേഹത്തിന് 6000 രൂപ ലഭിക്കും. അങ്ങനെയാണെങ്കിൽ റഫറൽ കമ്മീഷനായി നിങ്ങൾക്ക് ആദ്യത്തെ ലെവലിൽ നിന്ന് അദ്ദേഹം വാങ്ങിക്കുന്ന വരുമാനത്തിൻ്റെ 20% നിങ്ങൾക്ക് ലഭിക്കും. അതായത് 1,00,000 രൂപക്ക് 1200 രൂപ നിങ്ങൾക്ക് റഫറൽ കമ്മീഷൻ ലഭിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമുക്ക് മാത്രമല്ല ലഭിക്കുക, നമുക്ക് മുകളിൽ 19 പേര് ഉണ്ടാവും. അതായത് 2020 മെട്രിക്സിലാണ് ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അപ്ലൈൻ ആരാണോ അദ്ദേഹത്തിന് 19% റഫറൽ കമ്മീഷൻ ലഭിക്കും. അതായത് നിങ്ങൾക്ക് 1200 രൂപ ലഭിക്കുമ്പോൾ
അദ്ദേഹത്തിന് 1140 രൂപ ലഭിക്കും, 19%. അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള വ്യക്തിക്ക് 18% ലഭിക്കും, അതായത് 1080 രൂപ. ഓക്കെ. അതിൻ്റെ മുകളിലുള്ള വ്യക്തിക്ക് 17% കിട്ടും, അതായത് 1020 രൂപ. ഓക്കെ. അങ്ങനെ ഏറ്റവും മുകളിലുള്ള ഒന്നാമത്തെ വ്യക്തിക്ക് 60 രൂപ വരെ ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ് PVC മെറ്റ റഫറൽ കമ്മീഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. നിങ്ങളിവിടെ ഈ ചാർട്ട് കൃത്യമായി ഒന്ന് പരിശോധിക്കുക. 5 ലക്ഷം രൂപയാണ് നിങ്ങളുടെ താഴെ വന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന 20% കമ്മീഷൻ എന്ന് പറയുന്നത് 6000 രൂപയാണ്. ഇതുപോലുള്ള 10 പേരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഡയറക്റ്റായാലും ഇൻഡയറക്റ്റായാലും നിങ്ങൾക്ക് മന്ത്ലി വളരെ വലിയൊരു വരുമാനം കണ്ടെത്താൻ സഹായിക്കുന്ന വളരെ ശക്തമായ ഒരു റഫറൽ പ്രോഗ്രാമാണ് PVC മെറ്റ അവതരിപ്പിക്കുന്നത്. ഈ ഒരു ചാർട്ട് നിങ്ങൾ വളരെ ഭംഗിയായി ഒന്ന് പരിശോധിക്കുക. പലപ്പോഴും ഈ ഒരു ചാർട്ട് കാണുന്ന ആളുകളുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു സംശയത്തിന് കൂടി മറുപടി നൽകിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ആ ഒരു സംശയം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ ഇത്രയും റഫറൽ കമ്മീഷൻ സിസ്റ്റത്തിന് നൽകാൻ കഴിയുന്നത് എന്നുള്ളത് ശരിയല്ലേ? നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ ഒരു ബാങ്കിങ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നത് പോലെയല്ല പണം ഈ ഒരു ഡിജിറ്റൽ പ്രോഗ്രാമിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. സാധാരണ നമ്മളൊക്കെ അറിയുന്ന ബാങ്കിങ് മേഖലയിൽ പണം പ്രവർത്തിക്കുന്ന രീതി എന്ന് പറയുന്നത്, ഒരു വ്യക്തി ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക. ഓക്കെ. അദ്ദേഹത്തിന് ബാങ്ക് കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 8% ശരാശരി. ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ ഒരു 10 ലക്ഷം രൂപ മറ്റ് 2 പേർ 5 ലക്ഷം രൂപ വെച്ച് ലാൻഡ് ലോണോ വെഹിക്കിൾ ലോണോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോണോ ഏത് രീതിയിലോ വാങ്ങിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുന്ന വ്യക്തിയോട് ബാങ്ക് വാങ്ങിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 12% ഓക്കെ. അപ്പോൾ ആ ഒരു ലോൺ അടവിൽ വീഴ്ച സംഭവിക്കുന്ന സമയത്ത് വീണ്ടും ഒരു 2% കൂടി അല്ലെങ്കിൽ 4% കൂടി എക്സ്ട്രാ ഒരു ഇൻട്രസ്റ്റ് കൂടി ബാങ്കിന് നമ്മൾ നൽകേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പണം ബാങ്കിങ്ങിൽ പ്രവർത്തിക്കുന്നത് ഈ രീതിയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മാക്സിമം ഒരു 16% വരെ സാധാരണ പണം വളരും. അതിൻ്റെ റിട്ടേൺ മാത്രമേ നമുക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. ഓക്കെ. നേരെ ഡിജിറ്റൽ ബാങ്കിങ്ങിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഡിജിറ്റൽ പ്രോഗ്രാമിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ഒരു സെർവറിൻ്റെ സഹായം വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാലോ, നമ്മുടെ ഫേസ്ബുക്കായാലും വാട്സപ്പായി കഴിഞ്ഞാലും ഏത് കാര്യങ്ങളായി കഴിഞ്ഞാലും നമുക്കൊരു സെർവർ വേണം. ഒരിക്കലും നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾ സ്വന്തമായി സെർവർ ഉണ്ടാക്കിക്കൊണ്ട് കണക്റ്റ് ചെയ്തല്ല അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു സംവിധാനത്തെ വാടകയ്ക്ക് വാങ്ങിക്കുന്ന ഒരു സംവിധാനം ക്രിയേറ്റ് ചെയ്ത ആ ഒരു കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. അതുമാത്രമല്ല, ഡിജിറ്റൽ മേഖലയിൽ വേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സന്ദേശമായി എത്തുന്നത് ഇതേ ഭാഷയിലല്ല. അതിന് ഉപയോഗിക്കുന്നൊരു ടെക്നോളജിയാണ് ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നത്. ആ ഒരു മേഖലയെക്കുറിച്ചൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്താൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതും നമ്മൾ സ്വന്തമായി സൃഷ്ടിച്ചുകൊണ്ടല്ല നമ്മൾ സന്ദേശങ്ങൾ കൈമാറുന്നത്. റെഡിയല്ലേ? അപ്പോൾ ഇതും വലിയൊരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ ക്രിപ്റ്റോഗ്രാഫിയുടെ ഭാഷയെയാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ഈ കോഡിങ്ങും ഉണ്ടാക്കുന്ന ആ ഒരു മേഖലയിൽ നിന്ന് ആണ് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വായിക്കുന്നത്. ഇതിനു പുറമെയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്.
ബ്ലോക്ക് ചെയിൻ നമുക്ക് മനസ്സിലാക്കാവുന്നത് പോലെ എല്ലാ മേഖലയിലും ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതും നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് നമ്മൾ അത് നിർമ്മിക്കുന്ന സ്ഥലത്ത് നിന്നും വാങ്ങിച്ചു കൊണ്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റും നമ്മൾ പണം കൊടുത്താണ് വാങ്ങിക്കുന്നത്. ഇതൊക്കെ സൃഷ്ടിക്കുന്നത് സാധാരണ ആളുകളല്ല. ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയിലെ വമ്പൻ പ്രൊജക്റ്റുകൾ മുഴുവൻ പ്രവർത്തിക്കുന്നത് വാടകയ്ക്ക് വാങ്ങിച്ച സെർവർ ഉപയോഗിച്ചും ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ചും ക്രിപ്റ്റോഗ്രാഫി ഉപയോഗിച്ചും ഒക്കെയാണ്. ഇവിടെ നമ്മൾ നൽകുന്ന ഈ പണം, ഡിജിറ്റൽ ബാങ്കിങ്ങിലേക്ക് നൽകുന്ന ഈ ഒരു പണം പ്രവർത്തിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പൂളിലേക്കാണ് നമ്മുടെ പണം പോകുന്നത്. ഉദാഹരണത്തിന് പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് നിങ്ങൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്വന്തമായി സെർവർ മാത്രമല്ല സെർവർ ഫാമുള്ള ഒരു പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ ക്രിപ്റ്റോഗ്രാഫി, ബ്ലോക്ക് ചെയിൻ, ഇൻ്റർനെറ്റ് ഇതൊക്കെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ നമ്പർ 1 സിസ്റ്റത്തിൻ്റെ കൂടെയാണ് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളിൽ നിന്ന് പോകുന്ന ഈ പണം ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ഈ ഒരു PVC മെറ്റ എന്ന് പറയുന്ന മൾട്ടിപർപ്പസ് ടോക്കൺ നിങ്ങൾ ഹോൾഡ് ചെയ്യുകയും നിങ്ങളിതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് ബ്ലോക്ക് ചെയിനിൽ പുതിയ ബ്ലോക്കായി മാറുകയും ആ ബ്ലോക്കാവുന്നതിന് ഇത്തരം കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവുകയും അത് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രോസസ്സിലേക്കാണ് നിങ്ങൾ നൽകുന്ന പണം പോകുന്നത്. അവിടെ സിസ്റ്റം എന്തു ചെയ്യുന്നു? ഇത്തരം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഈ പണം ഉപയോഗിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന റിവാർഡാണ് ഏറ്റവും ചെറിയ ശതമാനമായി നമുക്ക് തിരിച്ചു തരുന്നത്. അങ്ങനെയാണ് ഡിജിറ്റൽ ബാങ്കിങ്ങിൽ നിങ്ങൾക്ക് ഈ ലഭിക്കുന്ന വരുമാനം എന്നുള്ളത് ആണ് നിങ്ങൾ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പേൾവെയിൻ ഇൻ്റർനാഷണൽ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇത്തരം വീഡിയോകൾ ആരാണ് നിങ്ങൾക്ക് കൈമാറുന്നത് അദ്ദേഹത്തെ നിങ്ങൾ നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരിക്കുക. കൃത്യമായി ഒരു പുതിയ കാലത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന ഒരു തലമുറക്ക് ഒരു വളരെ വലിയൊരു ഭാവി നൽകാൻ നമുക്ക് കഴിയും എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ ഞാൻ ഷാജി കണ്ണൂരാണ്. ഈ ഒരു പ്രോഗ്രാം ആരംഭിച്ചിട്ട് ഏകദേശം 4 വർഷം അധികമായി ഞാൻ സഞ്ചരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വളരെ പ്രധാനപ്പെട്ട ലോകത്തിലെ ഒരു നമ്പർ 1 പ്രൊജക്റ്റാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. എല്ലാവർക്കും വലിയ ഒരു വിജയം ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.